വിശ്വാസികളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാസം ശഹ്റുല്ലാഹ് എന്ന് വിശേഷിപ്പിച്ച മാസമാണ് മുഹറം. മുഹറം മാസം എന്നത് ഇസ്ലാമികമായ ഒരു കലണ്ടർ ആരംഭിക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മുഹറം മാസത്തെ വർഷത്തിന്റെ ആരംഭമായി കണക്കാക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സഹാബികളും കാരണമാക്കിയെടുത്തത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയായിരുന്നു എന്നും നമുക്കറിയാം. ഇസ്ലാമിൽ ഹിജ്റക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു നാട്ടിൽ ഇസ്ലാമികമായി ജീവിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, ഒരു നിലക്കും മുസ്ലിം എന്ന നിലയിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അനിവാര്യ ഘട്ടത്തിൽ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പരിപൂർണമായും പറിച്ചു നടപ്പെടുന്നതിനെയാണ് ഇസ്ലാമിലെ ഹിജ്റ എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ നിന്നും പരിപൂർണമായി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് ആ നാട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ല. സ്ഥിരതാമസത്തിന് വേണ്ടി ആ നാട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ല. അത്തരം യാത്രക്കാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഒരു നിലക്കും ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ നിന്നും ഹിജ്റ പോകൽ വാജിബാണ്, നിർബന്ധമാണ്. എന്നാൽ ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമാകുമ്പോൾ അവന് ഹിജ്റ പോകേണ്ടതില്ല. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരുമിച്ച് ഹിജ്റ പോയതാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അതിന്റെ മാസമാണ് മുഹറം മാസം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ധാരാളം ഹിജ്റകൾ കാണാൻ കഴിയും. ഒന്നാമതായി മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരിൽ നിന്ന് നമുക്ക് വ്യത്യസ്തങ്ങളായ ഹിജ്റ കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാടിൽ ജീവിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാൽ ഒരു കപ്പൽ നിർമ്മിക്കുകയും ആ കപ്പലിലെ വിശ്വാസികളെ എല്ലാം കയറ്റി ഹിജ്റ പോവുകയും ചെയ്തത്, നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് എത്തിയത് നമുക്ക് വിശുദ്ധ ഖുർആന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. അതേപോലെ തന്നെ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാട്ടിലുള്ള ആളുകൾ അന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്ത സ്വവർഗരതി ചെയ്തപ്പോൾ, ആ തിന്മ അവിടെ പെരുകിയപ്പോൾ, ആ വിശ്വാസവുമായിക്കൊണ്ട് ജീവിക്കാൻ കഴിയാതിരുന്നപ്പോൾ തന്റെ വിശ്വാസികളെയും കൂട്ടത്തിലുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കാതെ ആ നാട് വിട്ടു പോകണം, ഹിജ്റ പോകണം, അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കുകയും അങ്ങനെ ഹിജ്റ പോയതും ചരിത്രത്തിൽ കാണാൻ കഴിയും. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബക്കാരൻ കൂടിയായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ജീവിതം പരീക്ഷണത്താലുള്ള ജീവിതമായിരുന്നു. 2 ഹിജ്റകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഇറാഖിൽ നിന്നും ഷാമിലേക്കുള്ള ഹിജ്റയാണ്, പിന്നീട് ഷാമിൽ നിന്നും സൗദിയിലേക്ക് മക്കയിലേക്കുള്ള ഹിജ്റയാണ്. 2 ഹിജ്റകൾ 2 സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടുണ്ട്. അതേപോലെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാൽ മിസ്റിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് തന്റെ വിശ്വാസി സമൂഹത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് ഹിജ്റ പോയത് ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ ഹദീസും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാട്ടിൽ ജീവിക്കാൻ സാധ്യമാകാത്ത സന്ദർഭത്തിൽ അവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോയത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ ധാരാളക്കണക്കിന് ഹിജ്റകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ആദ്യം ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് ഒരു സംഘം സഹാബികളെ പ്രവാചകൻ ഹിജ്റ പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടങ്ങുന്ന സംഘം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് ഹിജ്റകൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതിൽ പലതും മുഹറം മാസത്തിൽ തന്നെയാണ് സംഭവിച്ചത് എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ നിർബന്ധമാക്കിയ സംഗതിയാണ് ഹിജ്റ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹിജ്റ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യം, ശ്രേഷ്ഠത വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഹിജ്റ പോകാൻ കഴിയുന്നവരെല്ലാം ആ സന്ദർഭത്തിൽ വാജിബായ, നിർബന്ധമായ സന്ദർഭത്തിൽ ഹിജ്റ പോകേണ്ടതുണ്ട്. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ വിശ്വാസികളും, ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരും നിർബന്ധമായും പോകേണ്ട ഒരു ഹിജ്റയുണ്ട്. ആ ഹിജ്റക്ക് നമ്മൾ നിർബന്ധമായും തയ്യാറാകേണ്ടതുണ്ട്. ആ ഹിജ്റ നമ്മൾ പോയിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരൻ. നമ്മളെല്ലാവരും പോകേണ്ട ഒരു ഹിജ്റയുണ്ട്.
ആ ഹിജറ വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ ഹിജറ തിന്മകളിൽ നിന്നുള്ള ഹിജറയാണ്. ജീവിതത്തിലുള്ള തിന്മകളിൽ നിന്ന് പരിപൂർണമായും അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പലായനമാണ് നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ മുദ്ദസിറിന്റെ ആദ്യത്തെ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതച്ചു മൂടിയവനെ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ചില കൽപ്പനകളാണ് ആ സൂറത്തിന്റെ തുടക്കത്തിലെ വചനങ്ങളിൽ കാണുവാൻ സാധ്യമാവുക. യാ അയ്യുഹൽ മുദ്ദസിർ, പുതച്ചു മൂടിയവനെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖും ഫഅൻദിർ, എഴുന്നേൽക്ക്, എന്നിട്ട് നിന്റെ സമൂഹത്തെ നീ താക്കീത് ചെയ്. വറബ്ബക് ഫകബ്ബിർ, എന്നിട്ട് നിന്റെ റബ്ബിനെ അല്ലാഹുവിനെ നിന്റെ രക്ഷിതാവിനെ നീ മഹത്വപ്പെടുത്ത്. പിന്നെയോ വസിയാബക ഫതഹിർ, നിന്റെ ശരീരത്തെ നിന്റെ വസ്ത്രത്തെ നീ പരിപൂർണമായും ശുദ്ധിയാക്ക്. വറുജുസ ഫഹ്ജുർ, എന്നിട്ട് റസൂലേ പാപം പരിപൂർണമായും വെടിയുകയും ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. വറുജുസ ഫഹ്ജുർ, തിന്മകളെ പരിപൂർണമായും ഒഴിവാക്കണം, വെടിയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മ ചെയ്തിട്ടില്ല എന്നും യാതൊരു തിന്മയും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഈ കൽപ്പന പുറപ്പെടുവിച്ചു? അതിന്റെ ഗൗരവം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആളുകൾക്കും അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹിജറ പോകാൻ, തിന്മയിൽ നിന്ന് ഹിജറ പോകുവാൻ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജറ ഫഹ്ജുർ എന്നത് ഹിജറ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഭാഷയിൽ ഹിജറ എന്ന പദത്തിന് ഒഴിവാക്കുക, വെടിയുക, വിട്ടേച്ചു പോവുക എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അത്തരത്തിൽ തിന്മകൾ വെടിയാനുള്ള കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മോടും കൽപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി വന്നുകൂടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ ഹിജ്റത്തി അഫ്ദൽ, പ്രവാചക ഏത് ഹിജറയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹിജറ? സഹാബിയുടെ ചോദ്യം സാധാരണ ഉള്ള ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള വിട്ടേച്ചു പോകുന്ന, നാട് വിട്ടു പോകുന്ന ഹിജറയെ കുറിച്ച്. അപ്പോൾ ഏത് സന്ദർഭത്തിലെ ഹിജറയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് ആ സഹാബിയുടെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ കൊടുത്ത മറുപടി, അൻ തഹ്ജുറ മാ കരിഹ റബ്ബക അസ്സ വജൽ, നിന്റെ റബ്ബ് നിനക്ക് വെറുത്തിട്ടുള്ള കാര്യം, ഒഴിവാക്കാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നീ ചെയ്യുന്നത് വെറുപ്പുള്ളതായ കാര്യം എന്താണോ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് നീ ചെയ്യുന്ന ഹിജറകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഹിജറ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളോട് പൊതുവായി പറഞ്ഞത്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി, ആരാണ് ഒരു മുസ്ലിം? തന്റെ നാവിൽ നിന്നും തന്റെ കൈകളിൽ നിന്നും ഇതര മുസ്ലിമീങ്ങൾ യാതൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ സുരക്ഷിതരാകുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, ആരാണ് ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ വിലക്കിയിട്ടുള്ള ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നവനാണ് ഒരു മുഹാജിർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായി നമ്മളെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞത്, അൽ മുഅ്മിനു മൻ അമിനഹു നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും അവരുടെ സമ്പത്തും അവരുടെ നഫ്സും ഇവനെ തൊട്ട് സുരക്ഷിതമാകുന്നുവെങ്കിൽ, നിർഭയനാകുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥ മുഅ്മിൻ. നമ്മൾ ആരുടെയെങ്കിലും സ്വത്ത് തട്ടിയെടുക്കുമെന്ന്, ആരെങ്കിലും ദേഹോപദ്രവം ചെയ്യിക്കുമെന്ന് ലോകത്തൊരാൾക്കും നമ്മളുടെ വിഷയത്തിൽ ബുദ്ധിമുട്ട് ചിന്തകൾ ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരുടെ മേൽ നിർഭയനായി തീരുന്നുവെങ്കിൽ അവരാണ് യഥാർത്ഥ മുഅ്മിൻ. വൽ മുഹാജിറു മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്, മുഹാജിർ ആരാണ്? ഹിജറ പോയവരാരാണ്? മൻ ഹജറ അൽ ഖതായ വദ്ദുനൂബ്, തിന്മകൾ, പാപങ്ങൾ അത് പരിപൂർണമായും ഒഴിവാക്കിയതിന് വിട്ടേച്ചു പോയവൻ, അതിൽ നിന്നും ഹിജറ പോയവനാണ് യഥാർത്ഥ മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഹിജറക്ക് ഞാനും നിങ്ങളും പരിപൂർണമായും ഒരുങ്ങേണ്ടതുണ്ട്. ഈ ഹിജറക്ക് നമ്മൾ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്.
നമ്മളെല്ലാവരും അനിവാര്യമായും ചെയ്തിരിക്കുന്ന ഹിജറയാണ് ഈ ഹിജറ എന്ന് പറഞ്ഞാൽ. ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. നമുക്ക് വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ, 5 നേരം പള്ളിയിൽ ബാങ്ക് മുഴക്കുവാൻ, 5 നേരം ജമാഅത്ത് നമസ്കരിക്കുവാൻ, നമ്മുടെ കൃത്യമായ നമ്മുടെ മതമനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോകേണ്ട സാഹചര്യം നമുക്കാർക്കുമില്ല. എന്നാൽ നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് പരിപൂർണമായി ഹിജറ പോകേണ്ട അവസ്ഥാവിശേഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് തിന്മകൾ ധാരാളമായി കൊണ്ട് പെരുകി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. എങ്ങോട്ട് നോക്കിയാലും തിന്മകളാണ്. ഒരു മനുഷ്യൻ അനങ്ങാതിരുന്നാൽ തന്നെ തിന്മ അവനെ പരിപൂർണമായും എടുത്തു കൊണ്ടുപോകുവാൻ മാത്രമുള്ള രൂപത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീട്ടിന്റെ ഉള്ളിൽ ചടഞ്ഞുകൂടിയിരുന്നാൽ പോലും തങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ കൊണ്ട് എല്ലാ തിന്മകളും ഹറാമുകളും കാണാനും കേൾക്കാനും ചെയ്യാനും കഴിയുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലുണ്ട്. ഈ അവസ്ഥയിൽ പരിപൂർണമായും തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ, എല്ലാ തിന്മയിൽ നിന്നും വിട്ടു നിൽക്കുവാൻ, അതിൽ നിന്ന് ഹിജറ പോകുവാൻ നമ്മൾക്കെല്ലാം സാധ്യമാകേണ്ടതുണ്ട് സഹോദരന്മാരെ. ഹിജറ നമ്മൾ പോയിട്ടില്ല എങ്കിൽ, തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടില്ല എങ്കിൽ, ആ തിന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, മഅസിയത്തുകൾ തിന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിൽ നിന്നും ഹിജറ പോയിട്ടില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രയാസം എന്താണ്? പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. ജീവിതത്തിൽ തിന്മകൾ നാം അടിഞ്ഞുകൂടുന്നുവെങ്കിൽ, മാറി നിൽക്കുന്നില്ല എങ്കിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ കൃത്യമായ അറിവ് കരസ്ഥമാക്കുവാൻ സാധ്യമാവുകയില്ല. ഉപകാരപ്രദമായ അറിവുകൾ കരസ്ഥമാക്കുന്ന സാഹചര്യങ്ങൾ അവനുണ്ടാവുകയില്ല. ഇനിയൊരു സാഹചര്യം ഉണ്ടെങ്കിലും അവിടേക്ക് എത്തുവാൻ അവന്റെ ശരീരവും മനസ്സും സമയവും അവനെ സമ്മതിക്കില്ല. നന്മകൾ അവരെ തൊട്ട് തടയുന്ന അവസ്ഥാവിശേഷം അവനുണ്ടാകും. തിന്മകൾ ചെയ്യാൻ നമുക്കൊരു മടിയുമില്ല എങ്കിൽ, തിന്മകൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണമെങ്കിൽ നന്മകളെ തൊട്ട് നമ്മുടെ മനസ്സിനെ കടുപ്പിച്ചു കളയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തിന്മകൾ വ്യക്തി ചെയ്യുന്നുവെങ്കിൽ ആ തിന്മകൾ കാരണത്താൽ അവന്റെ ഹൃദയം കറുത്തു പോകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഒരു വ്യക്തി അവൻ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ നുക്തത്തുൽ സൗദ, ഒരു കറുത്ത പുള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ ഇട്ട് വെക്കും. ആ പുള്ളി അവിടെ തന്നെ നിലനിൽക്കും. അതിൽ നിന്ന് തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ആ പുള്ളി മായ്ച്ചു കളയും. എന്നാൽ അതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ആ പുള്ളി അവിടെ തന്നെ ബാക്കിയാകും. പിന്നെയും അവൻ തിന്മ ചെയ്യുന്നുവെങ്കിൽ മറ്റൊരു പുള്ളി അവന്റെ ഹൃദയത്തിലേക്ക് വരും. അങ്ങനെ ഒരുപാട് പുള്ളിക്കുത്തുകൾ അവന് വന്നതിന് ശേഷം അവന്റെ ഹൃദയം പരിപൂർണമായും കറുത്തു പോവുകയും പിന്നെ ആ ഹൃദയത്തിലേക്ക് ഒരു നന്മയും പ്രവേശിക്കാത്ത വിധം ആ ഹൃദയം കാവ് പിടിച്ചതുപോലെ, പായൽ പിടിച്ചതുപോലെ ഒന്നിനും കൊള്ളാത്ത കറുകറുത്ത ഹൃദയമായി കൊണ്ട് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആ തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുവാൻ കഴിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഹൃദയം കറുത്തു പോകും. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ അധികരിക്കുന്നുവെങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒരുവൻ തിന്മ അധികരിപ്പിക്കുന്നുവെങ്കിൽ അവന്റെ ആയുസ് ചുരുക്കപ്പെടുമെന്നാണ്. അള്ളാഹു നൽകിയവന്റെ ആയുസ്സിലെ ചുരുക്കം, പെട്ടെന്ന് തന്നെ ഒരു മരണം സംഭവിക്കുന്ന അപകടത്തിലോ അതിനെങ്കിലും വളരെ പെട്ടെന്ന് ആകസ്മികമായോ ഒക്കെയുള്ള മരണം അവന്റെ ജീവിതത്തിൽ കടന്നുകൂടുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, ഒരാൾ തിന്മകൾ അധികരിപ്പിക്കുന്നുവെങ്കിൽ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എങ്കിൽ അവൻ സമൂഹത്തിൽ നിന്ദ്യനാക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഒരുപക്ഷെ വലിയ പൈസക്കാരനായിരിക്കും, വലിയ സമ്പന്നനായിരിക്കും, പക്ഷെ അവൻ തിന്മ ചെയ്യുന്നവരാണെങ്കിൽ സമൂഹത്തിൽ അവന് ആളുകളുടെ മനസ്സിൽ ഒരു നിലയും വിലയും അവനുണ്ടാവുകയില്ല. അള്ളാഹു അവനെ വളരെ നിന്ദ്യനാക്കി കളയും. ഇനി സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും റബ്ബിന്റെ മുമ്പിൽ അവന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല. പരിപൂർണമായ നിന്ദ്യത അവന് പരലോകത്ത് അനുഭവിക്കേണ്ട അവസ്ഥാവിശേഷം വരുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം ധാരാളക്കണക്കിന് തിന്മകൾ, ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ തിന്മകൾ കൊണ്ടുണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധ്യമാവുക? മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത മാർഗം, സഹോദരന്മാരെ, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്കും തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ സാധ്യമാകും. അദ്ദേഹം പറയുകയാണ്, നീ തിന്മ ചെയ്യാൻ നീ തോന്നിക്കഴിഞ്ഞാൽ, നിനക്ക് തിന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
അദ്ദേഹം ഓരോന്നോരോന്നായിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിനക്കൊരു തിന്മ ചെയ്യണമെന്ന് നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ അള്ളാഹുവിനെ ധിക്കരിക്കണം, തിന്മ ചെയ്യണമെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ പിന്നെ അള്ളാഹുവിന്റെ റിസ്ക് നീ ഭക്ഷിക്കരുത്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റിസ്ക് അല്ലാതെ പിന്നെ എന്താണ് ഈ ലോകത്തുള്ളത്? പിന്നെ ഞാൻ എങ്ങനെ ഭക്ഷിക്കും, എങ്ങനെ ജീവിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തൊരു മനുഷ്യനാണ് നീ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഹ്സനു അൻ തഅകുല റിസ്ഖഹു ഫതഅസിയഹു, അല്ലാഹു നിനക്ക് നൽകിയ റിസ്ക് നീ തിന്നുകയും ചെയ്യുക, എന്നിട്ട് അവരെ ധിക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് എത്ര മോശപ്പെട്ട പ്രവർത്തനമാണ്. അദ്ദേഹം പറഞ്ഞു, ശരി എങ്കിൽ രണ്ടാമത്തെ കാര്യം പറ. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നീ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലാ തസ്കുൻ ശൈഅൻ മിൻ ബിലാദിഹി, അല്ലാഹുവിന്റെ ഭൂമിയിൽ എവിടെയും നീ താമസിക്കരുത്. അവൻ ചോദിക്കും, പിന്നെ ഞാൻ അവിടെ പോയി താമസിക്കും? അള്ളാഹുവിന്റെ ഭൂമി മാത്രമല്ലേ, മറ്റൊരു ഭൂമിയും ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇബ്രാഹിം പറയുകയാണ്, എങ്കിൽ നീ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ഭക്ഷണം നീ കഴിക്കുകയും അള്ളാഹു നൽകിയ സ്ഥലത്ത് നീ ജീവിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് വതഅസിയഹു നീ അവനെ ധിക്കരിക്കുകയും ചെയ്യുന്നത് എത്ര മോശമാണ്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൻദുർ മൗദിഅൻ ലാ യറാക ഫീഹി മുബാരിസൻ ലഹു, അള്ളാഹു നിന്നെ കാണാത്ത ഒരു സ്ഥലം നീ തിരഞ്ഞെടുക്കണം. റബ്ബ് നിന്നെ കാണാത്തതായ ഒരു സ്ഥലത്ത് പോയിട്ട് വേണം നീ തിന്മ ചെയ്യാൻ. അദ്ദേഹം പറയുകയാണ്, അള്ളാഹു കാണാത്ത സ്ഥലം ഏതാണുള്ളത്? അള്ളാഹു ഖബീറാണ്, അലീമാണ്, ലത്തീഫാണ്, എല്ലാം അറിയുന്ന, സൂക്ഷ്മമായ അറിവുള്ള, നിഗൂഢമായ ജ്ഞാനമുള്ളവൻ റബ്ബ് സുബ്ഹാനഹു വ തആല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക? അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു നിന്നെ കാണുമെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെ നീ തിന്മ ചെയ്യുവാൻ ഒരിക്കലും ആഗ്രഹിക്കുവാൻ പാടില്ല. നാലാമതായി അദ്ദേഹം പറയുകയാണ്, ഇദാ ജാഅക മലക്കുൽ മൗത്ത്, നിന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരികയാണ്. എന്തിന്? ലിയഖ്ബില റൂഹക്, നിന്റെ റൂഹിനെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ മലക്കുൽ മൗത്തിനോട് പറയണം, എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ തൗബ ചെയ്തോട്ടെ എന്ന്. അദ്ദേഹം പറയുകയാണ്, മലക്കുൽ മൗത്ത് ഒരു സമയത്തിന്റെ ഒരു സെക്കൻഡ് പോലും പിന്തിക്കില്ല എന്ന് നമുക്കറിയുന്ന വിഷയമല്ലേ. ഇബ്രാഹിം തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, എങ്കിൽ നീ മനസ്സിലാക്കണം, ഒരു സെക്കൻഡ് പോലും നിനക്ക് നൽകില്ല എങ്കിൽ അതിനു മുമ്പേ നീ തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സബാനിയത്തിന്റെ മലക്കുകൾ നിന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ അവർ നിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ നീ അവരോട് പറയണം, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് സബാനിയത്തിന്റെ മലക്കുകളോട് പറയണം. അദ്ദേഹം പറഞ്ഞു, മലക്കുകൾ അള്ളാഹു പറഞ്ഞ കാര്യം കൃത്യമായി അനുസരിക്കുന്നവരാണ്, ഞാൻ പറഞ്ഞാൽ എങ്ങനെ കേൾക്കാനാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, എങ്കിൽ നീ മനസ്സിലാക്കണം, നിന്നെ അവർ കൊണ്ടുപോകും നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ഈ 5 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അല്ലാതെ ഒരു ഭൂമിയിൽ തിന്മ ചെയ്യണമെന്ന്, അള്ളാഹു നൽകിയ ഭക്ഷണം കഴിക്കാതെ നീ തിന്മ ചെയ്യണമെന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്ഖിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തിന്മ ചെയ്യണമെന്ന് എന്നൊക്കെയോ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് നൽകുന്ന റബ്ബ്, ആ റബ്ബിനെ ഞാൻ ധിക്കരിച്ചുകൊണ്ട് എങ്ങനെ ഹറാമുകൾ ചെയ്യുമെന്ന് നമ്മളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, തിന്മകളിൽ നിന്ന് പരിപൂർണമായും ഹിജറ പോകുവാൻ, മാറി നിൽക്കുവാൻ നമ്മൾക്ക് സാധ്യമാകും. ആ നിലക്ക് നമ്മളെല്ലാം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഹിജറക്ക് വേണ്ടി തയ്യാറെടുക്കുക. ആ ഹിജറ നമ്മളെല്ലാവരും ചെയ്യുക. ആ നിലക്ക് തിന്മകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മഹത്തായ രക്ഷ കൈവരിക്കുവാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുക. സഹോദരന്മാരെ, തിന്മകളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കേണ്ടതിന്റെ അനിവാര്യതയാണ് നാം സൂചിപ്പിച്ചത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ, മനുഷ്യന്മാരെല്ലാം തിന്മകൾ ചെയ്യുന്നവരാണ്. തിന്മ മനുഷ്യ സഹജമാണ്. മനുഷ്യന്മാരാണെങ്കിൽ തിന്മകൾ അവൻ ചെയ്തു പോകും. എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, എന്നാൽ ആ തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തിന്മ ചെയ്യുന്നവരാരാണ്? അത്തവ്വാബൂൻ, അവർ തൗബ ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തിന്മകളുടെ ശിക്ഷകൾ പരിപൂർണമായും ഒഴിവാക്കി കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചു തന്നിട്ടുള്ള മാർഗമാണ് തൗബ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വമേധയാ തിരഞ്ഞെടുത്ത ഒരു പേര് അത്തവ്വാബ് എന്നാണ്. അഥവാ തൗബ, അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ്.
എത്ര തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു നൽകും. അല്ലാഹു അതെല്ലാം പുറത്തു നൽകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മത്തിനോട് പറയാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയതെന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. റസൂലേ, സ്വന്തത്തോട് തന്നെ തിന്മകൾ ചെയ്തു പോയ ഹറാമുകളിൽ മുഴുകിയ ആളുകളോട് റസൂലേ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഗഫൂറൻ, അല്ലാഹു ഗഫാറൻ, അല്ലാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അടിമകൾ ഭൂമിയോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ, തൗബ ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ, ആകാശം മുട്ടേ തൗബയുമായി കൊണ്ട് പാപമോചനവുമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളിൽ നിന്നും പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുവാൻ, ആ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഏതു നിമിഷം ഏതു സന്ദർഭത്തിലാണ് മലക്കുൽ മൗത്ത് നമ്മളെ വന്ന് പിടികൂടുക എന്ന് നമുക്കൊരാൾക്കും പറയുക സാധ്യമല്ല. കുറച്ച് കഴിയട്ടെ, കുറച്ച് ദിവസം കഴിയട്ടെ, കുറച്ച് കൊല്ലം കഴിയട്ടെ എന്നൊന്നും ആലോചിക്കുവാൻ ചിന്തിക്കുവാൻ നമുക്കൊരാൾക്കും സാധ്യമാവുകയില്ല. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന മരണ വാർത്തകൾ ഏറെ അത്ഭുതപ്പെടുത്തുവാൻ വളരെ ചെറിയ പ്രായമുള്ള ആളുകൾ, യാതൊരു പ്രയാസവുമില്ലാത്ത ആളുകൾ, കുടുംബത്തിന് കുറെ ഉത്തരവാദിത്തങ്ങളുള്ളവർ, മകളുടെ കല്യാണത്തിന് ഒരുക്കം ചെയ്തവർ, അങ്ങനെ തുടങ്ങിയിട്ട് പല തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പോയ വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ടോക്കൻ, നമ്മുടെ സമയം അത് എപ്പോഴാണ് എന്ന് നമുക്കൊരാൾക്കും അറിയില്ല. ആ സമയം വന്നതിന് മുമ്പ് എല്ലാം അല്ലാഹുവോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പരിപൂർണമായും തൗബ ചെയ്ത് പാപക്കറകൾ കഴുകിക്കളഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും മാറേണ്ടതുണ്ട്. തിന്മകളിൽ നിന്നും തൗബ ചെയ്യുന്നവൻ അവൻ ഒരു തിന്മയും ഇല്ലാത്തവരെ പോലെയാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിചാരണത്തോടൊപ്പം തന്നെ ചെയ്തു പോയ തിന്മകൾ അല്ലാഹുവോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുവാൻ കൂടി നമ്മുടെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ തൗബ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് തൗബ അധികരിപ്പിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാം പരിശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അതോടൊപ്പം തന്നെ നിരന്തരമായി തൗബയും ഇസ്തിഗ്ഫാർ ചെയ്യാനുമുള്ള നല്ല മനസ്സും തൗഫീഖും നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.